ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് തന്നെ സ്റ്റക്കായി പോവുക, അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുക, ഭയങ്കരമായിട്ട് നമ്മളെ ആ സിനിമ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു മികച്ച കലാസൃഷ്ടിയുടെ അതുപോലെ തന്നെ ഒരു മികച്ച റൈറ്റിങ്ങിൻ്റെ ഒക്കെ ഒരു ഫലമായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ഒരു ശ്രേണിയിലേക്ക് എടുത്തു വെക്കാൻ പറ്റിയ 2-3 സിനിമകളായിരുന്നു ജോസഫ്, നായാട്ട്, ഇലവിഴ പൂഞ്ചിറ എന്ന് പറയുന്ന സിനിമകളൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ റൈറ്റിംഗ് കൈകാര്യം ചെയ്തിട്ടുള്ള ഷാഹി കബീറിൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. കുഞ്ചാക്കോ ബോബൻ, പ്രിയാമണി, ജഗദീഷ് എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിരിക്കുന്നത്. ജിത്തു അഷറഫാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രം ഇന്ന് റിലീസായിരിക്കുകയാണ്. സിനിമ പാലക്കാട് വി ദേവി ദുർഗ തിയേറ്ററിൽ നിന്നാണ് ഞാൻ കണ്ടത്. അപ്പം കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു ഷിനിമോ ഷായ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി. സംവിധായകനും നിർമ്മാതാവുമായിട്ടുള്ള മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ പ്രൊഡക്ഷനിൽ, ഷാഹി കബീറിൻ്റെ രചനയിൽ, നവാഗതനായിട്ടുള്ള ജിത്തു അഷറഫിൻ്റെ സംവിധാനത്തിൽ, ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്കിൽ, ചമൻ ചാക്കോയുടെ എഡിറ്റിങ്ങിൽ, കുഞ്ചാക്കോ ബോബൻ, പ്രിയാമണി, ജഗദീഷ്, വൈശാഖ് നായർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഒരുപാട് പ്രത്യേകതകൾ ഈ സിനിമയിലുണ്ട്. ഒന്ന് മാർട്ടിൻ പ്രക്കാട്ടിൻ, അതുപോലെ തന്നെ ഷാഹി കബീർ. അപ്പോൾ ഈ ഒരു കോംബോ തിരിച്ചു വരുന്നു. അതിന് കൂട്ടത്തിൽ നവാഗതനായിട്ടുള്ള ജിത്തു അഷറഫ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. അതിനുശേഷം പുള്ളിയെ നമ്മൾ ഭയങ്കരമായിട്ട് റെക്കഗ്നൈസ് ചെയ്തത് നായാട്ടം എന്ന് പറയുന്ന സിനിമയിൽ ഇവരുടെ മെയിൻ ഓഫീസറായിട്ട് വരുന്ന ഒരു സാറായിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു നായാട്ടം എന്ന് പറയുന്ന ഒരു കൾട്ട് സിനിമയുടെ ആ ഒരു ക്രൂ തന്നെ വീണ്ടും ഒന്നിച്ച ഒരു പടം എന്ന് തന്നെ പറയാൻ സാധിക്കും. ചിത്രത്തിന് ട്രെയിലർ വന്നപ്പോൾ തന്നെ ഒരുപാട് പ്രതീക്ഷ എന്നിലേക്ക് ഉണ്ടാക്കി. എനിക്ക് ഈ ജോസഫ്, നായാട്ട്, ഇലവിഴ പൂഞ്ചിറ എന്ന് പറയുന്ന സിനിമകളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സിനിമകളാണ്. കാരണം അതിൻ്റെ ഒരു റൈറ്റിംഗ് സൈഡാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഷാഹി കബീർ സാറിനെ എനിക്ക് ഒരിക്കൽ നേരിട്ട് മീറ്റ് ചെയ്യാനും സംസാരിക്കാനും പറ്റിയ ഒരു അവസരത്തിൽ ഞാൻ നായാട്ടം എന്ന് പറയുന്ന സിനിമേനെ പറ്റി ഞാൻ ഒരുപാട് ചോദിച്ചിരുന്നു. കാരണം എനിക്ക് ഒരുപാട് സ്ട്രൈക്ക് ചെയ്തൊരു സിനിമയായിരുന്നു നായാട്ടം എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഞാൻ കണ്ടൊരു വിഷൻ അല്ലാതെ മറ്റൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് അത് പറഞ്ഞു തരികയും എൻ്റെ ഒരു ചിന്താഗതി തന്നെ മാറ്റിയെടുത്ത ഒരാളാണ് ഷാഹി കബീർ എന്ന് പറയുന്ന റൈറ്റർ. അപ്പം അന്ന് ഫ്രം ദാറ്റ് ഡേ ഞാൻ പുള്ളിയുടെ ഒരു കട്ട ഫാനാണ്. അപ്പോൾ ആ പുള്ളിയുടെ റൈറ്റിങ്ങിലൊരു സിനിമ വരുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ആകാംക്ഷയായി. എല്ലാവർക്കും അറിയാവുന്ന എനിക്കറിയില്ല, പുള്ളി ഒരു പോലീസ് ഓഫീസറായിരുന്നു. ഇപ്പം ലീവ് എടുത്തിട്ടാണ് പുള്ളി സിനിമകൾ ചെയ്യുന്നത്. പുള്ളി മഹസറൊക്കെ എഴുതി തയ്യാറാക്കുന്ന ഒരാളായിരുന്നു. ഒരു മഹസർ എഴുതുക എന്ന് പറയുന്നത് ഒരു സ്ക്രീൻ പ്ലേന് തുല്യമായിട്ടുള്ള, അല്ലെങ്കിൽ അതിന് മുകളിൽ നിൽക്കുന്നൊരു കാര്യമാണ്. കാരണം ഒരു ക്രൈം നടക്കുക അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ അതിങ്ങനെയാണ് സംഭവിച്ചതെന്നാണ് അതിൽ എഴുതി വെക്കുക. അപ്പോൾ സ്ക്രീൻ പ്ലേ ആയിട്ട് വലിയ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്ക്രീൻ പ്ലേ എഴുതുന്നത് വളരെ സിമ്പിളാണെന്ന് ഓൾറെഡി ഒരു ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഓരോ സ്ക്രിപ്റ്റുകളും എനിക്ക് അത്രത്തോളം സൂപ്പറായിട്ട് എഴുതുന്ന പോലെ തോന്നി. പോലീസ് സ്റ്റോറിയാണ് എഴുതുന്നത്, കാരണം പുള്ളിക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നതും പുള്ളിക്ക് റിലേറ്റ് ചെയ്യുന്നതും പോലീസുകാരായതുകൊണ്ട് തന്നെ പുള്ളിക്ക് ആ സ്റ്റോറി എഴുതുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. എന്താണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, SHO ആയിട്ടുള്ള ഹരിശങ്കർ എന്ന് പറയുന്ന പോലീസ് ഓഫീസറിൻ്റെ ഒരു ലൈഫിൽ നടക്കുന്ന ഒരു കാര്യമാണ്, ഒരു ഇവൻ്റ് ആണ് ഈ സിനിമ എന്ന് വളരെ ചുരുക്കത്തിൽ പറയാൻ സാധിക്കും. ഒരു മാലയുടെ അന്വേഷണവുമായി തുടങ്ങി, ഒരു മുക്കുവണ്ടമായിട്ടുള്ളൊരു മാലയുടെ ഒരു അന്വേഷണവുമായി തുടങ്ങി, പിന്നെ അത് ചെന്ന് നിൽക്കുന്നത് വലിയ ക്രൈംസിലേക്കും വലിയ ഡ്രഗ് മാഫിയയിലേക്കും ഒരു വല്ലാത്തൊരു നമുക്കിഷ്ടമല്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വെറുക്കുന്ന, പേടിക്കുന്ന, ഭയക്കുന്ന ഒരു ഡാർക്ക് വേൾഡിലേക്കാണ് അതിൻ്റെ ഒരു അന്വേഷണം പോയി നിൽക്കുന്നത്. ആ ഒരു അന്വേഷണത്തിൻ്റെ ജേർണിയും നമുക്ക് മനസ്സിലാവാത്ത കുറേ ഡോട്ട്സ് ഇട്ട് വെച്ച് അതിനെ ഫുൾഫില്ല് ചെയ്ത് ഒരു പ്രോപ്പർ കണക്ഷൻ ഉണ്ടാക്കുകയും നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കണക്ഷൻ ഉണ്ടാക്കി അതിനൊരു ഞെട്ടിക്കുന്ന രീതിയിൽ തന്നെ അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു ഗംഭീര സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയാം. സിനിമ എങ്ങനെ ഉണ്ടെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനതാണ് പറയുക. എന്താ പറയുക, ഞാൻ ഫസ്റ്റ് ഹാഫൊക്കെ ഞാനിങ്ങനെ തരിച്ചിരുന്നിട്ടുണ്ട്. എന്തൊരു കട്ടിങ് ആണ് മാൻ. എൻ്റെ ചമൻ ചാക്കോ, നിങ്ങളെയൊക്കെ തൊഴണം. സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാരുടെ പേര് പറയാതിരിക്കാൻ പറ്റത്തില്ല. ശങ്കരൻ AS, അതുപോലെ തന്നെ KS സിദ്ധാർത്ഥൻ, ഇവർ രണ്ടുപേരുമാണ് സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. മിക്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ
ഒരു ഡയലോഗ് അവിടെ പറയുമ്പോൾ ആ ഡയലോഗിൽ അത്ര ഇൻറ്റൻസിറ്റി ഉണ്ടെന്ന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഒരു കുട്ടിയായിട്ട് കേൾപ്പിച്ച് അത് സറൗണ്ടിങ്ങിലിട്ട് എൻ്റെ അമ്മോ വല്ലാത്തൊരു ഫീല് നൽകിയ സിനിമ. ഞെട്ടുക എന്നൊക്കെ പറയത്തില്ല നമ്മൾ, ഇവിടെ ഇതെന്നാടെ നടക്കുന്നതെന്നൊക്കെ ഉള്ള ആ ഒരു മൊമെൻറ്റ്, ഞാൻ എങ്ങനെ അത് പറഞ്ഞു തരിക, കിടുകി, അല്ലാതെ വേറെ എന്നാ പറയാനാ. സൂപ്പർ പടം എന്ന് പറഞ്ഞാൽ സൂപ്പർ പടം. നിങ്ങൾ ധൈര്യമായിട്ട് തിയേറ്ററിലോട്ട് പോകും, ഒന്നും നോക്കാനില്ല. ഗംഭീരമായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഗംഭീരമായിട്ട് വർക്ക് ചെയ്ത, കുറേ നാളുകൾക്ക് ശേഷം കുഞ്ചാക്കോവിൻ്റെ ഒരു അഴിഞ്ഞാട്ടം അല്ലെങ്കിൽ ഒരു പെർഫോമറിനെ കാണാൻ സാധിച്ചു. ഒരുപാട് മനസ്സ് നിറയുന്ന ഒരുപാട് അടിപൊളി സീനുകളുണ്ട്. നമ്മളെ ഞെട്ടിത്തരിക്കുന്ന സീനുകളുണ്ട്, നമ്മൾ ആകാംക്ഷ ഉണ്ടാക്കുന്ന സീനുകളുണ്ട്, നമ്മൾ ചില മൊമെൻറ്റിലൊക്കെ വല്ലാണ്ട് വെറുത്ത് പോകുന്ന സീനുകളുണ്ട്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ റൈറ്ററും ഈ ഡയറക്ടറിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ജിത്തു അഷറഫ് ആൻഡ് ഷാഹി കബീർ ഗംഭീരമായിട്ട് അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലോയും ഇല്ലാതെ ഒരു സൂപ്പറായിട്ട് ആ ഒരു പേസിൽ ഈ സ്ക്രീൻ പ്ലേനെ കൊണ്ടുപോയിട്ടുണ്ട്. സെക്കൻഡ് പോസിറ്റീവ് എന്ന് പറയുന്നത് ജെയ്ക്സ് ബിജിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. പൊളിച്ചടുക്കിയിട്ടുണ്ട് പുള്ളി. ഓരോ മൊമെൻറ്റിലും ഹൈ തരുന്നതെന്ന് പറഞ്ഞാൽ അതിനൊന്നും വേർഡ്സേ ഇല്ല. രണ്ട് പാട്ടം കണ്ട വരുന്നുണ്ട്, അതൊക്കെ അതിൻ്റെ ആ ഒരു ഫ്ലോയിൽ പോകുന്നുണ്ട്. പാട്ടൊന്നും കാണിക്കാനുള്ള സമയമില്ല ഇവിടെ, അത്രയും കഥ പറയാനുണ്ട്. ഓരോ അന്വേഷണത്തിൻ്റെ ഓരോ തുമ്പ് പിടിച്ച് പോകുന്നതൊക്കെ വളരെ മൈന്യൂട്ടായിട്ട്, വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ് തന്നെയാണ്. എന്തൊരു ഫാസ്റ്റ് കട്ടാണ് വരുന്നതെന്ന് അറിയാം. ഫസ്റ്റ് ഹാഫൊക്കെ പട്ടക്കടക്കടക്കടന്ന് പറഞ്ഞാൽ പോകുന്നത്. അത് നമുക്ക് തന്നെ നമ്മുടെ നെഞ്ചിടിക്കാൻ തുടങ്ങും. കാരണം അത്ര പേടിപ്പിക്കുന്ന രീതിയിൽ ഓരോ ട്രാൻസിഷൻസും ഓരോ കട്ട്സുമാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല, വേർഡ്സ് ഇല്ല, അതാണ് സത്യം പറഞ്ഞാൽ. സൂപ്പറായിരുന്നു. അടുത്ത പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തെ പെർഫോമൻസുകളാണ്. എല്ലാവരും കിട്ടിക്കിയിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ചാക്കോച്ചൻ പൊളിച്ചടുക്കി, കുഞ്ചാക്കോവൻ മുത്ത് പൊളിച്ചടുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈശാഖ് നായർ, നമ്മുടെ ആനന്ദത്തിലെ കുപ്പി എന്നൊക്കെ വിളിക്കുന്ന പുള്ളിയുടെ കുറേ സിനിമകളൊക്കെ ഈ അടുത്തൊക്കെ വന്നിരുന്നു, എന്നാൽ അതൊന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ബട്ട് ഇത് കസറി എന്ന് പറഞ്ഞാൽ കസറി. അവരുടെ ഒരു ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ്ങിലെ എല്ലാവരും തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അതിലൊരു അർജുൻ ദാസിൻ്റെ ഫേസ് ഉള്ള ഒരുത്തനുണ്ടായിരുന്നു, എൻ്റെ പേരെനിക്കറിയില്ല. എന്തായാലും പുള്ളിയും എല്ലാവരും തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു. ആരും അഭിനയിക്കുന്നതായിട്ട് തോന്നിയില്ല, പക്ക ക്യാരക്ടറായിട്ട് നിന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് ആ റൈറ്റിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. കൃത്യമായിട്ട് ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്നും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബിഹേവിങ് എങ്ങനെയാണെന്നും എന്ന് എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിക്കുന്നത്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. യങ് ആയിട്ടുള്ള പെൺകുട്ടികൾ എസ്പെഷ്യലി പെൺകുട്ടികൾ, ബോയ്സ് ആൻഡ് ഗേൾസ് എല്ലാം വന്ന് കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ഒരുപാട് ലെസൺസ് അതിൻ്റെ അകത്ത് നിന്ന് പഠിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഗംഭീരമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒന്നിനൊന്നിനും മെച്ചമായിട്ടുണ്ട്. മസ്റ്റ് തിയേറ്റർ വാച്ച് സിനിമ തന്നെയാണ്. കാരണം ഇത് ഒരു OTT വന്നു കഴിഞ്ഞാൽ ഇത്രയ്ക്കൊരു സൗണ്ട് എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ അകത്ത് സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഗംഭീര ഒരു വർക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയാലേ പറ്റത്തുള്ളൂ. സോ ഗോ ആൻഡ് വാച്ച് ഓഫീസർ ഓൺ ഡ്യൂട്ടി ആൻഡ് യുവർ നിയർ ബൈ തിയേറ്റർ ആൻഡ് എക്സ്പീരിയൻസ് ഇറ്റ്. അത്ര എനിക്ക് പറയാനുള്ളൂ. സൂപ്പറായിട്ട് മേക്ക് ചെയ്ത ഗംഭീര സിനിമ തന്നെയാണ്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇനി ഓൾറെഡി സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് നമ്മുടെ അഭിപ്രായമാണ്. ചിലപ്പം ബാക്കിയുള്ളവർക്ക് എങ്ങനെ ഫീൽ ചെയ്തെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ട ആ തിയേറ്ററിൽ എല്ലാവരും തന്നെ അവസാനം കൈയടിച്ചിട്ടാണ് ഇറങ്ങി വന്നത്. സോ താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.